last temptation of Jesus is one of his books. പിന്നെ ഗുഡ് ക്രിസ്ത്യൻ അങ്ങനെ ഒരു പുസ്തകമുണ്ട്. Another book is called Good Christian. ആ വ്യക്തി എഴുതിയ ഒരു വേൾഡ് ഫേമസ് നോവൽ ഉണ്ട്. He wrote a world famous novel. ആ നോവലിന്റെ പേര് മെനേലിയോസ് എന്നാണ്. Menelaus is the novel's name. മലയാളികൾക്ക് ഒരുപക്ഷെ അറിയാം, കേരളത്തിൽ വളരെ വിവാദമായ ഒരു നാടകം ഉണ്ടായിരുന്നു, ഈ 6-ാം തിരുമുറിവ്. കേട്ടിട്ടുണ്ടോ? In Kerala there was a famous drama. It's called Six. അതിന്റെ പേര് തന്നെ. അത് ക്രിസ്ത്യാനിറ്റി ഒക്കെ ഒന്ന് മൂക്ക് ചെയ്യുന്ന നിലയിലുള്ള ഒരു 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 സ്കിറ്റായിരുന്നു PJ ആന്റണിയുടെ. അത് ഈ പുസ്തകത്തിനെ ബേസ് ചെയ്തായിരുന്നു. ഈ പുസ്തകത്തിൽ നിന്നാണ് he got that idea പ്രധാനമായിട്ടും. PJ Antony who played or wrote the drama based on this book. Okay, ഈ മെനോലിയസ് എന്ന് പറയുന്ന ആ നോവൽ, based on the Menelaus novel. ഞാൻ അതങ്ങ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു സ്റ്റോറി ഞാൻ ഈ മെനോലിയസ് എന്ന് പറയുന്ന നോവലിനകത്ത് ഒരു സംഭവം ഒന്ന് പറയാൻ പോവാം. I would like to mention a story from the novel Menelaus. അതിനകത്തെ കഥ ഇങ്ങനെയാണ് പോകുന്നത്. The story goes like this. ഒരു വില്ലേജ്. Once upon a time there was a village. ആ വില്ലേജിൽ മുഴുവൻ റോമൻ കാത്തലിക് ക്രിസ്ത്യൻസ് മാത്രമേ ഉള്ളൂ. In that village, all the village is composed of only Roman Catholic citizens. അങ്ങനെയുള്ള സ്ഥലങ്ങൾ യൂറോപ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. There are plenty of areas in Europe such kind of Catholic only. ആ ഗ്രാമത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്ന, ആ വ്യക്തിയുടെ ഒരു മനുഷ്യനുണ്ടായിരുന്ന, ആ മനുഷ്യന്റെ പേര് മെനേലിയോസ് എന്നായിരുന്നു. In that specific town there was a man named Menelaus. ആ ഗ്രാമവുമായിട്ട് ബേസ് ചെയ്താണ് ഈ നോവലിന്റെ സ്റ്റോറി. This novel is based upon that specific town. ആ വില്ലേജിൽ ഉണ്ടായിരുന്ന ആ കാത്തലിക് ആളുകളെല്ലാം കൂടെ കൂടുന്ന ഒരു കാത്തലിക് ചർച്ച് അവിടെ ഉണ്ട്. There was a specific Catholic church in that town. അവിടെ ഒരു കാത്തലിക് ചർച്ച് ഉണ്ടായിരുന്നു. There was a church. ആ ചർച്ചിൽ എല്ലാ ക്രിസ്തുമസ് നൈറ്റിനും അവരൊരു സ്കിറ്റ് കളിക്കും. In every Christmas night there was a skit being played. അവര് ഒരു ടോപ്പിക്ക് പള്ളിയിലെ ആളുകൾ സെലക്ട് ചെയ്തു, ലൈഫ് ഓഫ് ജീസസ്. അതായിരുന്നു ടോപ്പിക്. One time they selected a topic that was life of Jesus. ഈ മെനോലിയസ് എന്ന് പറയുന്ന ആളെ ജീസസ് ആയിട്ട് അഭിനയിക്കാൻ വിളിച്ചു. Menelaus, that person was selected to play the role of Jesus. 12 ഡിസൈപ്പിൾസിനെയും വിളിച്ചു. And they selected 12 disciples too. അവരെല്ലാം ആ സെയിം ഗ്രാമത്തിലുള്ള ആളുകളായിരുന്നു. They were all in that same town. അവര് വന്നിട്ട് പള്ളിയിലെ ചർച്ചിലെ നേതാക്കന്മാര് പറഞ്ഞു, ഗോസ്പൽസിലെ ജീസസിനെയും ഡിസൈപ്പിൾസിനെയും അവതരിപ്പിക്കണം. And then all the church members came and they were agreed to display the gospels, the Jesus mentioned in gospels and the 12 disciples. അവർ ഓൾമോസ്റ്റ് ഒരു വർഷത്തോളം മുമ്പ് അവരതിന്റെ പ്രാക്ടീസ് തുടങ്ങി. They started their rehearsal or practice even for a year. അങ്ങനെ അവരെല്ലാവർക്കും റിക്വയർമെന്റ് ആയി 4 ഗോസ്പൽസ് വായിക്കണം. വായിക്കാതെ ജീസസിനെ പഠിക്കാൻ പറ്റുമല്ലോ. 4 ഗോസ്പൽസ് വായിക്കണം. They all had a requirement to read the gospels very thoroughly in order to play the drama. അങ്ങനെ അവര് സുവിശേഷങ്ങൾ മുഴുവൻ വായിച്ചു. So they all started to read and completed reading the full 4 gospels. അവർ അഭിനയിക്കാനായിട്ട് തുടങ്ങി. ജീസസും ഡിസൈപ്പിളുമായിട്ട് അഭിനയിക്കാനായിട്ട് തുടങ്ങി. They started to act like Jesus and the 12 disciples. ഇതിങ്ങനെ കൂടുതൽ വായിച്ച് അഭിനയിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ, when they started to act like Jesus and the disciples, അവരാ വായിച്ചതെല്ലാം they internalize the message. അവർ ആ മെസ്സേജിനെ എല്ലാം ഇന്റേണലൈസ് ചെയ്തു, ഉൾക്കൊണ്ടു. Whatever they read through the gospel, when they started to play the drama, they assimilated everything. അവരതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞ് 2 മാസത്തോളമായിട്ട് പ്രാക്ടീസാണ്. They absorbed what they read through the gospel during the past 2 months of their trial. ഒരു ദിവസം മെനോലിയസും കൂട്ടരും പള്ളിയിലെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, you are wrong. One day Menelaus and the 12 friends started to look at the preacher and started to point that, preacher, you are wrong. ആ പ്രീസ്റ്റിനോട് പറഞ്ഞു, പള്ളി ഇവരെ നാടകം അഭിനയിക്കാൻ വിളിച്ച പ്രീസ്റ്റിനോട് പറഞ്ഞു, you are wrong എന്ന് പറഞ്ഞു. They started to point to the priest and started to mention that, the priest, you are wrong. പള്ളി വന്ന ആളുകളോടെല്ലാം പറഞ്ഞു, we are far away from Bible എന്ന് പറഞ്ഞു.
they came to the church and started to tell all the members in the church that we all are very far away from the gospel. ചുരുക്കി പറഞ്ഞാൽ നാടകം അഭിനയിക്കാൻ വിളിച്ച ആളുകൾ പള്ളിക്ക് തലവേദനയായി. In a nutshell, the people who started to play a drama became a pain for the church. പള്ളിയിൽ ആളുകളെല്ലാം കൂടെ ഈ ഡ്രാമാക്കാരെയും 12 പേരെയും കൂടെ വിളിച്ചു, മെനോലിയോസിനെയും കൂട്ടരെയും കൂടെ വിളിച്ചു. All the church, because they are being trouble, they called Menelius and the 12 friends. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെ നാടകം കളിക്കാൻ വേണ്ടി മാത്രമാണ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു. Then the church members told them that you guys were selected to play the drama only. മെനേലിയസിനോട് പറഞ്ഞു, They told Menelius, don't leave us Christ. don't leave us Christ. ആക്ട് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. Please act like Christ. 12 ഡിസൈപ്പിൾസിനോട് പറഞ്ഞു, ആക്ട് ചെയ്താൽ മതി, അന്ന് രാത്രിയിൽ ഡിസൈപ്പിൾസ് ആയിട്ട് ജീവിക്കേണ്ടെന്ന് പറഞ്ഞു. The church members mentioned to the 12 disciples, please act like disciples but not be a disciple. അവര് പറഞ്ഞു, ഇനിയും ആക്ട് ചെയ്യാൻ പറ്റിയല്ല, ഞങ്ങൾ ആ സന്ദേശം ഉൾക്കൊണ്ടെന്ന് പറഞ്ഞു. Then the disciples told that I am unable to act anymore because I absorbed what I read. Hallelujah. Praise the Lord. Praise you, Jesus. വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. This is a very famous story I mentioned. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തിൽ നമ്മുടെ കർത്താവ് ഏറ്റവും ഹാർഡായിട്ട് ഇടപെട്ട ഒരു ഗ്രൂപ്പ് അതെന്നറിയാമോ? So, dear church members, do you know which group Jesus very personally interacted in scriptures? ഏറ്റവും റൂഡ് ലാംഗ്വേജ് ഉപയോഗിച്ചാരോടെന്നറിയാമോ? Do you know to which group or the sect Jesus used very harsh words? You fraud എന്ന് വിളിച്ച ആരാന്നറിയാമോ? You know whom Jesus mentioned, you fraud? Hypocrites എന്ന് വിളിച്ച ആരെന്നറിയാമോ? Do you know whom Jesus called a group hypocrites? Blind guides, കുരുടന്മാരായ വഴികാട്ടികളെ എന്ന് വിളിച്ചത് ആരെയെന്നറിയാമോ? Do you know whom he mentioned as blind guides? ഏറ്റവും തിരുവെഴുത്തറിയാവുന്ന എല്ലാവരെയും മുന്നിൽ നിന്ന് നയിക്കേണ്ട സാധുസീസിനെയും പരീശന്മാരെയുമാണ് കർത്താവ് വാക്കുകൊണ്ട് വിളിച്ചത്. Jesus called Pharisees and Sadducees as the hypocrites or blind guides. നമ്മൾ വായിച്ച വാക്യം, യഹോവേ നിന്റെ കണ്ണ് സത്യത്തിന്റെ മേലല്ലോ ഇരിക്കുന്നത്. We should not forget the verse we read, "O Lord, do not thine eyes look upon truth?" ഞാന് സത്യസന്ധത എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യം പറയാൻ പോവാം. I would like to talk and discuss about honesty. എനിക്കറിയാം ഇതൊന്നും ഒരു സഭയിലും സാധാരണ പ്രസംഗിക്കാറില്ല. I am very sure that this type of topic no churches nowadays are going to preach or ഞാൻ talk about. ഇത്രയും കാലമായിട്ട് വിശ്വാസിയായിട്ട് ഇരുന്നിട്ട് ഈ സന്ദേശം കേട്ടിട്ടില്ല. So far I have been a fellow member, but I haven't heard a topic like this. പിന്നെ ഞാൻ 10-25 വർഷം ഇവിടെ ഇരുന്നല്ലേ. I have 25 വർഷം. ഞാൻ വിശ്വാസിയായിട്ട് ഇരുന്നല്ലേ. I have been a believer for the past 25 years, but still I haven't heard such kind of topic in my life. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഉറക്കെ പറയുന്നേ ഉള്ളത്, ഞാനിത് എന്നോട് തന്നെയാണ് പ്രഥമമായിട്ട് പറയുന്നത്. I always mention that even though I am saying, I am talking to myself. ഈ സത്യസന്ധത എന്തുകൊണ്ട് അർത്ഥമാക്കും? നമ്മൾ ആരുടെയും കാശ് മോഷ്ടിക്കാറില്ല, നമ്മൾ മറ്റൊരാളുടെ കള്ളത്തിന്, അതൊന്നും അല്ല എന്റെ ടോപ്പിക്, അതൊന്നും അല്ല എന്റെ വിഷയം. The honesty or the truthfulness, I may not think that not to steal other people money or something like that. നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. We usually do not steal other people money or anything. We do not do that. പക്ഷേ സ്പിരിച്വാലിറ്റിയിൽ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പ്രിറ്റൻഡ് ചെയ്യാറുണ്ടോ? But do we ever pretend as something we do not have in our life to show us we are spiritual? ഇങ്ങനെ സാധാരണ പറയാറുണ്ട്, ഒരാൾ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്തു, only one sin. Usually it says like that, if a person sin once in a day, അദ്ദേഹം അന്ന് ആ സിൻ കൺഫസ് ചെയ്തില്ല. If that person committed a sin per day, but he hasn't get a chance to confess it. Sorry, thank you. അത്
ഒരാൾ 100 എണ്ണം അങ്ങ് ചെയ്തു, 100 പാപം ചെയ്തു. And another person who committed almost 100 sins. He confessed it all before the Lord. But he got a chance to confess all those 100. എന്റെ ചോദ്യം, ആര് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കും? My question is, which of them can stand before the Lord with a courage? 100 പ്രാവശ്യം തെറ്റിപ്പോയിട്ടും നാദാ തെറ്റിപ്പോയി എന്ന് പറയുന്നവനെ ദൈവസന്നിധി നിൽക്കുള്ളൂ. The person who committed several times, 100 times, even though he committed sin, who confessed the sin, who can stand before the Lord? ഒരു തെറ്റ് ചെയ്തിട്ട് നാം ഏറ്റു പറയുന്നില്ലെങ്കിൽ നാം കുറ്റക്കാരനായി തന്നെ നിൽക്കും. If we are committing a sin, only one sin, but still if we do not confess that sin, then we will be നമ്മൾ അങ്ങനെ punished. ഞാൻ ഇങ്ങനെ ഇതിനെ ചേർത്തങ്ങ് പറയാം. ഇറ്റ് ഈസ് ബെറ്റർ ടു സിൻസ് 100 times a day and confess it all than to sin once and not confess it. Amen. Hallelujah. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ പറഞ്ഞു തുടങ്ങിയ ആ കാര്യം, എല്ലാവരും എന്നെ ഇങ്ങനെ ഇരിക്കുന്നേ, ഒരല്പം മുഖം കാണത്തില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് കാണുമ്പോൾ മുഖത്തിന്റെ പ്രസാദം എനിക്കറിയാം. സ്തോത്രം. അല്പം ഗൗരവമുള്ള കാര്യമാണ്. എന്നെ വളരെ പെനിട്രേറ്റ് ചെയ്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. It is a serious matter. This matter penetrates me. That's why I would like to share that with you. ഈ സാധാരണ ഇപ്പൊ നമ്മുടെ ഫോൾ സീസണിലാണ് നമ്മൾ. We are in a season called fall. ഈ ഇലകൾ പൊഴിയുന്നതിനെ പറ്റിയുള്ള സയൻസ്, the leaves started to fall. There is a science behind it. ആ മെയിൻ തടിയിൽ നിന്നാണല്ലോ ബ്രാഞ്ച് പോകുന്നത്. All the branches are sprouting out from the main branch. ആ ഒരു ചെറിയ ബ്രാഞ്ച് പോകുന്നതിന്റെ ആ സ്റ്റാർട്ടിങ്ങിൽ, മെയിൻ തടിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഫോൾ സീസൺ ആകുമ്പോഴത്തേക്ക് ലെയർ ഓഫ് കോർക്ക് വരും എന്നാണ് പറയുന്നത്. ലെയർ ഓഫ് കോർക്ക്. During the start of fall season, when a side branch is started from the main branch, on that source there will be a layer. അവിടെ ഒരു പശ പോലത്തെ ഒരു സാധനം വന്ന് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞു വരും. A gum like substance will come and assimilate there. മലയാളിക്ക് മനസ്സിലാവും, പണ്ടത്തെ സോഡയുടെ അടപ്പില്ലയോ, അത് ലെയർ, അത് മരത്തിന്റെ പശയായിരുന്നു. Malayalis might know there was a soda got a cap. Used that type of gum. എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു വർഷം കൊണ്ടാണ് ആ ബ്രാഞ്ചിലേക്ക് ഈ വൃക്ഷത്തിന്റെ ജീവരസം ഒന്നും പോകാതെ അവിടെ ലെയർ ഓഫ് കോർക്ക് ഫോം ചെയ്യുകയാണ്. During the season of fall, in this side branch which is connected to the main branch, there will be a layer will be started to form there and deposit there. അങ്ങനെയാണ് ഈ ഇലയെല്ലാം പൊഴിഞ്ഞു പോകുന്നത്. Then that is the reason all the leaves started to fall. ഇതുപോലെ തന്നെയാണ് അൺകൺഫസ്ഡ് സിൻ. This is the same way the unconfessed sins will behave in our life. എന്ന് പറഞ്ഞാൽ നാം അറിയാതെ തമ്പുരാനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് ദോഷം വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. The meaning what I am going to explain is, if we are not confessing a sin which we committed, then we are being started to lose connection with the source, our Lord. ഈ ആത്മീയരല്ലെങ്കിലും വളരെ പോളിഷ്ഡ് ആയിട്ട് വർത്താനം പറയാൻ അറിയാവുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. Even though they are truly spiritual, there are a lot of people amongst us, they can act like they are truly spiritual. എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ അങ്ങ് പറയാം, ഈ നമ്മളിങ്ങനെ ഈ കസ്റ്റമർ കെയറിൽ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? Have you ever noticed that the people who usually sit in the customer care, നമ്മൾ എന്നെ ചൂടായാലും അവരൊന്നും പറയല്ല. In whatever way we try to tempt or prompt them, they will always be very pleasant. ആരോടെങ്കിലും കസ്റ്റമർ കെയറിൽ ആരെങ്കിലും ചൂടായിട്ടുണ്ടോ? Have you ever noticed that any persons who are in the customer care being angry? അന്നേരം ആത്മീയനൊന്നും അല്ലെങ്കിലും കാമാൻ ക്വയറ്റായിട്ടൊക്കെ ഇടപെടാൻ കഴിയും. Even though we may not be truly spiritual, we can act like a humble person. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഗ്രൂപ്പായിരുന്നു യേശുവിന്റെ കാലത്തെ പാരസീസും സാദുസീസും, എസ്പെഷ്യലി പാരസീസ്. This type of group who is acting spirituality, that type of group was Sadducees and Pharisees during the time of Lord Jesus.
സിനിമ കണ്ടിട്ടുണ്ടല്ലോ എല്ലാരും. I was thinking that maybe you all watched a movie. ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ പിന്നെ അതിന്റെ പുറകെ പോയിട്ടില്ല. After being born again, I haven't watched a movie. എനിക്ക് അതിനകത്ത് ഒരു സന്തോഷവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. I was unable to find a pleasure by watching a movie. ഓക്കെ, ഞാൻ അങ്ങോട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ പ്രായമുള്ളവരോടുണ്ടല്ലോ, ഇപ്പൊ തൽക്കാലം നിർത്തുക. I'm going to stop that portion. ഈ സിനിമയിലെ മെയിൻ ഹീറോ ഉണ്ടല്ലോ, മെയിൻ ഹീറോ. We all know that there is a main hero in each movie. അദ്ദേഹം സിനിമയിൽ വളരെ നല്ല മനുഷ്യനായിരിക്കും. That hero might be a very good gentleman in that whole movie. പക്ഷെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് എടുത്താലോ? If we look back into his personal life, ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന്റെ പേരാണ് ആക്ഷൻ, ആക്ടിങ്. That is called as acting. മെനേലിയസ് പറഞ്ഞ എന്നാന്നറിയാമോ? Menelaus, what he was, we internalize his message. Menelaus was mentioning that we internalized or ഇനി absorbed. ഒരിക്കലും ആക്ട് ചെയ്യാൻ പറ്റുകയില്ല, അങ്ങനെ ജീവിക്കാനേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. Since we absorbed the scriptures from the gospel, we were unable to act like Christianity, unable to act Christianity. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കപടഭക്തി എന്നതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? False religiosity. What is the meaning of that? Spirituality or hypocrisy. ഈ ഒരു ദൈവദാസൻ പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. You pretend to be someone or something that you really are not. ഞാൻ എന്താണോ അതല്ലെന്ന് അഭിനയിച്ച് കാണിക്കുന്നതിന്റെ പേരാണ് കപടഭക്തി എന്നുള്ളത്. What we are or who we are trying to pretend that who we are not. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ പരമാർത്ഥതയോടെ കാര്യം പറയാം. നാം ആയിരിക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുൻപിലാണ് നമ്മുടെ ജീവിതം എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. My dear fellow members, I would like to mention you that wherever you are and whatever you do, you are in the presence of the Lord. ഞാൻ ചില പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറയുന്നതിലൊന്നും വിചാരിക്കരുത്. I would like to mention certain particular things and do not feel bad. ഇനി വിചാരിച്ചാൽ I have no problem at all. If you feel so, I do not have any problem too. ഈ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരിടത്ത് യാത്ര ചെയ്തപ്പം ഒരു യാത്ര പോയപ്പം when I was traveling, നമ്മുടെ ഇടയിൽ വളരെ മോഡസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരാളെ വെറും ജാതീയനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. When I was traveling, I saw a person who was acting very spiritual amongst us. I saw him very unspiritual. പിന്നെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് എന്നെ കാണണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അവിടെ നിന്ന് മാറി. Because I need some comfort, so I disappeared from that site right away. പ്രിയപ്പെട്ടവരെ, സിയാറ്റിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ലോകത്തിൽ എവിടെയാണെങ്കിലും ഞാൻ ദൈവമുന്നിലാണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. My dear fellow members, even though you are in Seattle or you are in Canada, you should always remember that you are always in the presence of the Lord. ഇനി ഞാൻ കാനഡ എന്നല്ല പറഞ്ഞു, ഈ ആകാശത്തിന്റെ കീഴിൽ എവിടെയാണെങ്കിലും കർത്താവിനെ കാണുന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. Wherever you are on this earth, under the heaven, you will be under the presence and the sight of the Lord. നമ്മുടെ റിയൽ ക്യാരക്ടറിനെ പറ്റി പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പറയാം. I would like to tell you how can we easily recognize our real character. ആരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും സൺഡേ ഇതാണ് പറയുന്നത്, പിന്നെ നിങ്ങളെ എല്ലാവരും കൂടെ എപ്പോഴാണ് കിട്ടുന്നേ? Maybe you are thinking that are you saying a message in Sunday like this? ഒത്തിരി പ്രശ്നത്തിൽ നിങ്ങളെ പോലെ തന്നെ പ്രശ്നത്തിൽ പോകുന്ന ആളാണ് ഞാൻ ഒരു കംഫർട്ടബിളും ജീവിക്കുന്ന കൂട്ടത്തിലല്ല. I am also like you, one among you. I also have many problems and difficulties and struggles in my life. ഈ നമ്മുടെ റിയൽ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യുന്നതല്ല നമ്മുടെ റിയൽ നേച്ചർ, നമ്മൾ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ റിയൽ നേച്ചർ എന്നാണ് പറയുന്നത്. Our true nature is not how we act, but how do we react to a situation. That is the true character of each person. നല്ല ഉദാഹരണമാണ്
ഏലി പുരോഹിതൻ ഹന്നായോട് വളരെ മോശമായിട്ടാണ് ഇടപെട്ടത് അല്ലേ? One best example from the word of God is how Hannah reacted to the mocking of the priest Eli. വളരെ മോശമായിട്ടാണ് ഏലി ഹന്നയുടെ ഇടപെട്ടത്. When Eli reacted towards Hannah very badly, but how was the reaction of റിയാക്ഷൻ ഹന്നയുടെ എങ്ങനെയായിരുന്നു? How can we see Hannah reacted towards Eli? ഞാനിടയ്ക്ക് ഓർത്തിട്ടുണ്ടായിരുന്നു, ഹന്ന ഒറ്റ സെന്റൻസ് പറഞ്ഞാൽ മതിയായിരുന്നു, നീ നിന്റെ മക്കളോടാണ് കള്ളടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അത്രയും പറഞ്ഞാൽ ഇവിടെ പ്രശ്നമായേനെ അല്ലേ? ആ ഭാവം അറിയാവുന്നവർക്ക് അറിയാമല്ലോ, അത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. When Eli mocked Hannah could have replied him, you should take care of your kids. She should have told so. അല്ല, അങ്ങനെ പറയാൻ കാര്യമുണ്ട്. ആ തലമുറ അവിടുത്തെ ഏറ്റവും തെറ്റായി നടക്കുന്നവരായിരുന്നു. Because Eli's children were the worst kids during that time period. പക്ഷേ ഹന്നയുടെ പ്രതികരണം എങ്ങനെയാണെന്നറിയാമോ? യജമാനനെ എന്നെ അങ്ങനെ കാണരുതേ. But do you remember how did Hannah reacted? She said, Lord, Master, do not see me like that type of a woman. Spirituality kando? Have you seen what is the true spirituality there? I hope I am making myself clear enough. I think that I am making you all clear. ഒരു കരം ഉയർത്തി ഹല്ലേലൂയ എന്ന് പറയോ? Could you please raise your hand and say a praise the Lord? Oh, no sound. Hallelujah. Praise the Lord. സൂമിലുള്ളവർക്കും പ്രൈസ് ദി ലോർഡ് പറയാം. Those who are in Zoom also can say hallelujah. Praise the Lord. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോവാം. ഞാൻ ഈ സത്യസന്ധത എന്ന് പറഞ്ഞു വരുന്നത് ഒരു രാത്രി കൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആകാൻ പറ്റിയല്ല. What I am talking about, overnight a person cannot be perfect. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് സത്യസന്ധരാകാൻ പറ്റും. But within a night we can be an honest person. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു പാപമായി നമ്മൾ കാണുന്നത് സത്യസന്ധത ഇല്ലാത്ത അഭിനയമാണ്. യേശു കർത്താവ് ഏറ്റവും വെറുത്തതായിട്ട് സുവിശേഷത്തിൽ എഴുതി വെച്ചേക്കുന്നത്. In gospel everywhere it was mentioned that the Lord hates hypocrisy. ഒരു രാത്രി കൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആകണ്ട, പക്ഷേ ഒറ്റ രാത്രിയാണെങ്കിലും നമ്മൾ സത്യസന്ധരാകണമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. We may not be able to perfect within a night, but we can be straightened up or confess within a night. God is not looking for perfection overnight, but he demands honesty. Amen. മറക്കരുത്. Hallelujah. ഞാൻ എൻ്റെ സഹോദരന്മാരോട്, എൻ്റെ ഇളയ സഹോദരന്മാരോട് പറയാം, ജീവിതത്തിൽ ഏറ്റവും മൂല്യം കൊടുക്കേണ്ടത് ഞാനൊരു സത്യസന്ധനായിരിക്കണം എന്നതിലായിരിക്കണം. I would like to especially encourage my fellow youth members. God doesn't require from you a perfectness, but God always looking each one of you and seeks honesty and faithfulness. ഇന്ന് ചർച്ചിലെ മിക്ക കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട്. Today especially almost all of the children are in this service. ഞാൻ ഇന്ന് എല്ലാവരെയും കൊണ്ടുവരാനായിട്ട് വിളിച്ചായിരുന്നു. Because I wanted to bring all of our youngsters today. ഞാൻ നിങ്ങളോട് വളരെ പരമാർത്ഥത്തോടെ ചോദിക്കട്ടെ? Hallelujah. വളരെ പരമാർത്ഥത്തോടെ ചോദിക്കട്ടെ? I would like to ask you very honestly. നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ സ്നാനപ്പെടാനൊക്കെ ആയിട്ട് പോവായിരിക്കും. Maybe you are going to take water baptism in the coming days. ചിലപ്പോൾ സ്നാനപ്പെട്ടതായിരിക്കും. Maybe you took already a baptism. ജീവിതത്തിൽ പേരൻസിനോട് സത്യം മാത്രം പറയുന്ന എത്ര മക്കളുണ്ട്? How many children of you always speak truth to their parents? ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? വളരെ തകർച്ചയിൽ പല ആളുകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെയൊക്കെ വിളിച്ചിട്ടുണ്ട്, വളരെ വേദനയിൽ. പക്ഷേ പേരൻസിന്റെ മുന്നിലല്ല ഞാൻ ജീവിക്കുന്നത്, ദൈവത്തിന്റെ മുന്നിലാണ് ഞാൻ ജീവിക്കുന്നത്. But always think that you all are not living in front of parents, but you all have to appear in front of Jesus. ശ്രദ്ധിച്ചു കേൾക്കണം. കർത്താവ് ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിനോടും ടാക്സ് കളക്ടേഴ്സിനോടും ഈ സിന്നേഴ്സിനോടും ഒക്കെ ഇടപെട്ടപ്പം അവരോട് ഒരിക്കലും വോ അൻടു യു എന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് വായിക്കുന്നില്ല. When Jesus was interacting with the tax collectors and prostitutes, he never mentioned that who unto you. എവിടെയെങ്കിലും നിങ്ങൾ ഗോസ്പൽസ് വായിച്ചിട്ടുണ്ടോ? Have you ever seen that in any of the gospels? എന്നാൽ മത്തായിയുടെ എഴുത്തിനകത്തും ലൂക്കിനകത്തും മാർക്കിനകത്തും
ഒരു ഗ്രൂപ്പിനോട് കർത്താവ് ആവർത്തിച്ചു പറയുന്നുണ്ട്, കപടഭക്തിക്കാരായ പരീശന്മാരെ, നിങ്ങൾക്കയ്യോ കഷ്ടം. Hallelujah. But in all Matthew, Mark and Luke, Lord always specifically called that group of Pharisees and Sadducees, oh hypocrites, woe unto you. ഞാൻ ഇന്ന് മാത്യു 23 രാവിലെ ഇരുന്ന് വായിച്ചായിരുന്നു. മാത്യു 23. Today morning I read Matthew chapter 23. ഞാൻ അല്പ സ്പീഡിലാണ് വായിച്ചത്, എങ്കിലും ഞാൻ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി. Even though I read very fast that chapter 23, I counted that several times. 8 പ്രാവശ്യം ജീസസ് പറയുകയാണ് പരീശന്മാരോട്, നിങ്ങൾക്കയ്യോ കഷ്ടം. കാര്യം എന്താണെന്നറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ, അവര് സത്യസന്ധരല്ല എന്നതാണ് കാര്യം. When I started to count from that chapter, I saw that almost 8 times he was mentioning that woe unto you. ഈ പരീശന്മാരോട് നോക്കി സത്യസന്ധരല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? Just imagine that if you look at a Pharisee and say that you are not truthful. ഒരു ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. I would like to mention an example. യേശുവിന്റെ ഡിസൈപ്പിൾസിനോട് യേശു ഒരു ദിവസം ചോദിക്കുകയാണെന്ന് കൂട്ടിക്കോ. Just imagine that one day Jesus was asking his disciples. Just imagine. നിങ്ങളുടെ ഇടയിലെ സത്യസന്ധരായ 10 പേരുടെ പേര് പറയാൻ പറഞ്ഞു കൂട്ടി, 2 പേരുടെ പേര് പറയാൻ പറഞ്ഞു കൂട്ടിക്കും. Just imagine that Jesus asked the disciples to mention 2 or 10 persons who is faithful amongst you. നിങ്ങളുടെ കമ്മ്യൂണിറ്റി. In that community, are you able to mention 2 of the faithful person? 100% അവർ ആരുടെ പേര് പറയുന്നറിയാവോ? Do you know 100% he will mention one person's name? Do you know who's? അവരുടെ ഇടയിൽ പ്രാർത്ഥിക്കുന്ന പള്ളി പോകുന്ന 2 പരീശന്മാരുടെ പേര് പറയും. Definitely they will mention 2 Pharisees among them who always go to church and who prays long. എന്നാൽ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. പാപികളോടും ചുങ്കക്കാരോടും അങ്ങനെ പറഞ്ഞില്ല. കാര്യം എന്താണെന്നറിയാമോ? അവര് പാപികളാണെന്ന് സമ്മതിച്ചു തന്നെയാണ് ജീവിക്കുന്നത്. But God always mentioned to that Pharisees and Sadducees as you are hypocrite. But Lord never mentioned to sinners or the tax collectors woe unto you, because they always confessed, they accepted that they sinned. Praise the Lord. Hallelujah. ഒത്തിരി കാര്യം പറയാനുണ്ടായിരുന്നു, പക്ഷെ എങ്ങും തീർക്കാൻ പറ്റില്ല. I have to say a lot of things, but I am unable to finish this topic today. അതുകൊണ്ട് ഇങ്ങനെ പറയാം, religiosity in itself is not spirituality. I would like to say that religiosity in itself is എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആണ്. പ്രസംഗിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പക്ഷെ അത് അതിൽ തന്നെ ആത്മീയമാകണമെന്നില്ല. Even though you preach, you may sing, you may pray, but in itself you may not be truly spiritual. കർത്താവിന് സഹിക്കാൻ കഴിയാതിരുന്ന പാവം എന്നാണെന്നറിയാമോ? Lord was unable to bear one sin. Do you know what that is? ഹിപ്പോക്രസി, സത്യസന്ധതയില്ലായ്മ, സ്വയം നീതി, ഇതൊക്കെ കാണിച്ചുകൊണ്ട് നടന്നവരോടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങളെക്കാൾ വേഗത്തിൽ അവര് ദൈവരാജ്യത്തിൽ കടക്കുമെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. Lord Jesus mentioned to the hypocrites and to the self-justified people that it is woe unto you, and it is so difficult for you to enter into the kingdom of heaven. But the sinners, those who confess their sin, they will enter into the heaven very easily. ഈ ഞാൻ ഒത്തിരി കാര്യം ഇങ്ങനെ മാറ്റി പെട്ടെന്ന് അങ്ങ് പോവാം. Revelation 22:11 പെട്ടെന്ന് നമുക്കറിയാവുന്ന വാക്യം. Revelation 22:11. Can we turn our attention to Revelation chapter 22 verse 11? Hallelujah. Praise you, Lord. Praise you. മതി. സിമ്പിൾ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. Let him who do unrighteousness still let him do it. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. Who that is filthy, let him be made filthy still. അയ്യോ, കർത്താവ് അങ്ങനെ പറയുവോ? Have Jesus, Lord can say like that? എന്റെ വ്യാഖ്യാനമല്ല, സാക്പുന്നൻ അതിന് കൊടുത്തൊരു ഇന്റർപ്രിട്ടേഷൻ പറയാം. I would like to mention what Zach Punan gave the interpretation for this. വളരെ നന്നായിട്ട് വേദപുസ്തകം വ്യാഖ്യാനിക്കുന്ന ഒരു ദേവാസനാണ് Zach Punan, who interpreted the scripture very nicely. അദ്ദേഹം അതിന് പറഞ്ഞ വ്യാഖ്യാനം കേൾക്കണോ? He interpreted in this way. 66 പുസ്തകം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം is the last chapter. The Revelation chapter 22, after for the whole 66 books, that is the last chapter. ഈ Revelation 22:11 ശേഷം
the concluding remark of the Bible. After this verse of 11, it is the concluding remark of the Bible. അങ്ങനെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ ആ വാക്യം ചിന്തിച്ചു നോക്കിയേ. Just think in that context. 66 പുസ്തകം എഴുതി കഴിഞ്ഞു. All 66 books were written. ഇത് നീ വായിക്കാനുണ്ട്, വായിക്കാനായിട്ട് നമ്മുടെ ലാംഗ്വേജ് കർത്താവ് തന്നിട്ടുണ്ട്. ഇതിന് പഠിക്കാനുള്ള എല്ലാ അവസരവും കർത്താവ് തന്നിട്ടുണ്ട്. Lord has given us all the opportunities to read or to recite or memorize in our own language. എന്നിട്ടും അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ, even though you are unable to obey these scriptures, അനീതി ചെയ്യുന്നവൻ അതിലങ്ങ് തുടർന്നോ. who is unrighteous, let him be unrighteous. അഴുക്കുള്ളവൻ അങ്ങനെ തുടർന്നോ. Who is filthy, let him be filthy again. എന്നാൽ ഇത് വായിച്ചിട്ട് എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ഒരുത്തന് മനസ്സിലായാൽ വിശുദ്ധൻ ഇനിയും വിശുദ്ധിയിൽ തന്നെ തുടരട്ടെ എന്നാണ് വാക്യത്തിന്റെ അർത്ഥം. But those who read the scriptures and those who wanted to become holy, let him be holy. Praise the Lord. Hallelujah. ദൈവം ചിലത് ഗോഡ് പെർമിറ്റിംഗ് അല്ലെ, നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കർത്താവ് അങ്ങ് അനുവദിക്കുകയാണ്. If we are ready to obey, God will permit certain things. ഈ 2 Thessalonians 2:10 എന്ന് പെട്ടെന്ന് വായിക്കണം. 2 Thessalonians 2:10. Hallelujah. സ്തോത്രം 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 സ്തോത്രം. ഉണ്ടോ, സത്യത്തെ സ്നേഹിക്കുന്നില്ല. They are not loving the truth. They received not the love of the truth. അത് the context is different. അവിടുത്തെ കോണ്ടെക്സ്റ്റ് വ്യത്യാസമാണ്. I have no time to explain all those things. നോക്കിയോളൂ. എന്നിട്ട് അതിന്റെ 12-ാം വാക്യം നോക്കിയ 12, ദൈവം അവർക്ക് ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിച്ചേ. 12. അത് ഇംഗ്ലീഷ് മേലോട്ട് വായിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. കേട്ടോ, മതി. ദൈവം ലൈവ് വിശ്വസിക്കാൻ അനുവദിക്കുവോ? In this verse we can read that God sent them a working of error that they should believe a lie. ദൈവം അങ്ങനെ അവരെ നശിച്ചു പോകാനായിട്ട് അങ്ങ് അനുവദിക്കുവോ? Will God allow to be destroyed? സിമ്പിൾ ആൻസർ എന്നാന്നറിയാമോ? The simple answer to that question is പല പ്രാവശ്യം ദൈവാത്മാവ് ഇടപെട്ടു. Several times the Spirit of the Lord interacted. എന്നിട്ടും മടങ്ങി വരുന്നില്ല. Even though unable to come back or return. അങ്ങനെ കർത്താവിന്റെ ആ വ്യക്തിയെ പറ്റിയുള്ള മനസ്സിതാണ്, that fellow is not interested in truth. Then Lord's mindset towards that person is they are unable to believe the truth. He is not interested. He is not interested in truth. Believing a truth. Yeah, sorry. സ്തോത്രം. Hallelujah. അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്നാന്നറിയോ? If a person is like that, what is the next step? കർത്താവ് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. Then the Lord is delivering, God is delivering them to condemnation. അവിടെ വരെ നമ്മൾ പോകരുത്. Please do not go that far. ഈ പകൽ വചനം കേൾക്കുന്ന എല്ലാവരോടും Hallelujah. Those who are listening, ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, hallelujah, അവിടെ വരെ നമ്മൾ ചെല്ലരുത്. നമ്മളെ പറ്റി കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മളെ പറ്റി സത്യസന്ധനല്ല എന്ന് പറയാൻ അനുവദിക്കരുത്. Spirit of the Lord today mentioned and he remembers you that even though many people may say that we are not true or we are not true, but you have to always remember that God should never tell about you that you are an unrepentful person. ഈ അഭിനയിക്കുന്ന കപടയാത്മീയതയുള്ളവരോടൊരു കാര്യം ഞാൻ അങ്ങ് പറയാം. You have no hope at all. I would like to tell those who are pretending or those who are a hypocrite, you do not have a place in the kingdom of heaven. എന്നാൽ സത്യസന്ധരോടൊരു കാര്യം പറയാം, കഴിവില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും we have a hope. But I would like to tell those who are honest and faithful, even though you do not own anything, you have a hope. കർത്താവ് തിരുത്താൻ പറയുമ്പോൾ നമ്മൾ തിരുത്തുന്നില്ലെങ്കിൽ
പോകുന്ന വഴിക്ക് പോകാൻ ദൈവം അനുവദിച്ചെന്നിരിക്കുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. Scripture is mentioning that if when God gives you an opportunity to come back and to repent, if you do not do that at that moment, you do not have a hope. Praise the Lord. Hallelujah. ഞാനൊരു 2 ഇൻസിഡന്റ് പറഞ്ഞതിന്റെ വാക്കുകളെ തൽക്കാലം നിർത്താം. I would like to mention 2 incidents. ഇതിനകത്തൊരു കാര്യം ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണെന്ന് എൻ്റെ ഓർമ്മ. I think that one incident I already mentioned during the past. വളരെ പരിചയമുള്ള ഒരു സംഭവമാണ് ആക്സ് 5-നകത്ത് അനന്യാസിന്റെ സഫീറയുടെയും കാര്യം. Very familiar to all of us, Ananias and Sapphira in the book of Acts chapter 5. അവർക്കുണ്ടായിരുന്നത് മുഴുവൻ വിറ്റു. They sold whatever they owned. ഒരു 95% കൊണ്ടുപോയി അപ്പോസ്തലൻസിന് കൊടുത്തു. They almost sold everything, almost 95% of their property which sold, they gave to the apostles. എന്നിട്ട് അവര് പറഞ്ഞു ഇത്രയും പൈസക്കാണ് അത് വിറ്റത്. Then they told to the apostles that for this much amount of money we sold our property. അടുത്ത കാര്യം നമുക്കറിയാം, അവർ രണ്ടുപേരോട് മരിച്ചു കിടക്കുകയാണ്. We know, we are reading that after few verses they both dead. എന്റെ ചോദ്യം, 100% കൊടുക്കാഞ്ഞുകൊണ്ടാണോ മരിച്ചേ? My question is, didn't they give 100%? Is that the reason they died? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. Just think that portion. അല്ല. No, never. 95% കൊടുത്തിട്ട് 100% കൊടുത്തതുപോലെ ആക്കി. അവിടെയാ പ്രശ്നം. They gave them 95%, but they pretended that they gave 100%. Got it? That was the problem. $1 പോലും കൊടുക്കാത്തവർ യെരുശലേമിലൂടെ ആരോഗ്യത്തോടെ നടക്കുമ്പോൾ 95% കൊടുത്തവർ ഇതാണ്ട് ചത്ത് കിടക്കാം. In that area, even 1% of their property or their income, they didn't turn back to apostles. They were one single cent even a person didn't give, but they are still alive and healthy. They were walking around the town without any issues. But this family, they gave almost 95%, but they are still dead. തിരുവെഴുത്തിൽ നാം വായിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അവര് മൊത്തം കൊടുക്കാത്ത കൊണ്ടല്ല, അവര് സത്യസന്ധത കാണിച്ചില്ല എന്നതാണ് അവിടുത്തെ അർത്ഥം. We are reading in the scripture that not because they haven't given 100%, the cause of their death was they lied. പ്രിയപ്പെട്ടവരെ, വളരെ ആഴത്തിൽ എന്നോട് വർഷങ്ങൾ ഇടപെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. My dear members, the Spirit of the Lord interacted with me several years. That is what I am sharing with you all today. എനിക്കറിയാം, ഇത് കേട്ടാൽ അത്ര സന്തോഷമൊന്നും വരികയില്ല. I am 100% sure that this is not a very joyful message. പക്ഷെ ഇതാണ് തമ്പുരാന് നമ്മളെ പറ്റിയുള്ള ഇഷ്ടം. But this is what our Lord requires from each one of us. Hypocrite, you have no hope at all. Hypocrite, you do not have a hope. നിനക്കൊരു ഹോപ്പും ഇല്ല. A person who is being a hypocrite, there is no hope for that person. ആത്മീയത അഭിനയിക്കുന്നവനോട് പറയാം, ഒരു ഹോപ്പും ഇല്ല. Those who are acting spirituality, there is no hope for that type of person. ജീവിതത്തിൽ സത്യസന്ധത ഇല്ലാത്തവരോട് പറയാം, you have no hope. Those who lack honesty or faithfulness in their life, there is no hope for such kind of person. Praise the Lord. Hallelujah. ഒരു സംഭവം കൂടെ പറഞ്ഞു നിർത്തുക. I would like to say one more incident. പാസ്റ്റർ അതിന്റെ ഒരു ഭാഗം പറഞ്ഞിരുന്നു, ശൗലിനെ തള്ളിയ കാര്യം. Pastor John Verghese already mentioned about that, David being rejected, Saul being rejected. അതിന്റെ പ്രധാന ഇൻസിഡന്റ് ഇതാണ്. അമാലേക്കറ്റ്സിനെ എല്ലാവരും കൊല്ലാനായിട്ട് ദൈവം പറഞ്ഞു. God told to eliminate the full Amalekites. അവരുടെ മനുഷ്യനെയും മൃഗത്തെയും everything. God mentioned that you have to eliminate all the people as well as the cattle of Amalekites. ഞാൻ ദൈവത്തിന്റെ ജസ്റ്റിസ് ഒന്നും അല്ല എന്റെ സബ്ജക്ട്. Even though God's justice is not my subject. അതുകൊണ്ട് ഞാൻ ഒരു ആശയം പറയാൻ വേണ്ടിയാണ്. I would like to mention an incident. 99% സോൾ ചെയ്തു, അനുസരിച്ചു. Saul obeyed 99%. എന്നിട്ട് ശമൂവേൽ വന്നപ്പം പറഞ്ഞു, ഞാൻ 100% ഒബേ ചെയ്തെന്ന് പറഞ്ഞു. റൈറ്റ്? But when Samuel approached, Saul mentioned that I obeyed you 100%. ശമൂവേൽ ചോദിക്കുക, ഞാൻ ആ കേൾക്കുന്ന ആ മുക്രാ ശബ്ദമൊക്കെ എന്താത്തിന്റെയാന്ന് ചോദിച്ചു.
Suddenly Samuel asked, what is that mourning or that roaring sound of അല്ലെങ്കിൽ ആ cattle? മൃഗങ്ങൾ Cattle, yeah. അതിന്റെ സൗണ്ട് എന്താ വെച്ചോ? ഓ, അന്നേരം ശൗല് പറഞ്ഞ ന്യായം എന്നാന്നറിയാമോ? രസമാണ് അവിടെ വായിക്കാൻ. When Samuel asked the sound, what is that sound of cattle? That time Saul replied in a very interesting way. ശമൂലോട് നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ കൊണ്ടുവന്നത് എങ്ങനെയുണ്ട്? Saul was mentioning to Samuel, I brought those cattle to sacrifice your God, to your God. അങ്ങനെ പറഞ്ഞാൽ കേസ് വിടുവായിരിക്കും ഓർത്തെ. Saul thought that if I mentioned in that way, the case might have been eliminated. ആ ഇൻസിഡന്റിലാണ് രാജസ്ഥാനത്ത് നിന്ന് പ്രധാനമായിട്ടും ശൗലിനെ നീക്കുന്നത്. The kingdom of God has been taken away from Saul because of that incident. അല്ലേ? പക്ഷെ ഈ നമുക്ക് ഡേവിഡിന്റെ ചരിത്രം കൂടെ എടുത്താൽ, ഡേവിഡിന്റെ താന് എന്താ പറയാ, ഊരിയാവിന്റെ വൈഫിനെ സ്നേഹിക്കുന്നു, ഹി കമ്മിറ്റഡ് അഡൾട്ടറി, ഊരിയാവിനെ കൊല്ലുന്നു, ആ സംഭവം എടുത്താൽ അവിടെ ഹി കവറ്റ് അല്ലേ, മോഹിച്ചു, ആദ്യത്തെ പാവം. If you look back into the character of David, he actually sinned, he coveted. രണ്ട്, കൊലയ്ക്ക് കൂട്ടുനിന്നു, കൊന്നു. A second one, he coveted. The second thing is he murdered. കൊന്നിട്ട് കൊല്ലാത്തവനെ പോലെ ജീവിച്ചു. He murdered Uriah, but he pretended that he didn't know anything. എന്നിട്ട് രാജ്യത്തിന്റെ മുന്നിൽ വലിയൊരു സഫർ ചെയ്തു, വിധവയെ കല്യാണം കഴിച്ചു. Then he pretended and acted in front of the kingdom that he was taking a sacrifice to marry a widow. Very diplomatically എല്ലാം ചെയ്തു. David acted very diplomatically. Right? ഈ രണ്ട് കേസൂടെ അമേരിക്കയിലെ സുപ്രീം കോടതി ചെന്നാൽ ആരെ വെറുതെ വിടും? നിങ്ങൾ പറഞ്ഞു. Just to think that if both of these cases brought into the Supreme Court of USA, who will get an acquittal? നിങ്ങൾ ജഡ്ജി ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? If you are a judge, whom will you punish? ദാവീദിന് ജീവപര്യന്തം തടവ്, തൂക്കിക്കൊല്ലും 100%. David will be hanged if we are going to punish. അല്ലേ? അങ്ങനെ നിയമം. That is actually the law. ശൗലിന് എന്നാ തെറ്റ് കൊടുക്കും? എന്നെ ശിക്ഷ കൊടുക്കും? നിങ്ങൾ പറഞ്ഞു. What punishment will you give to Saul? നമ്മുടെ ഇന്ത്യയിലെ സിസ്റ്റം പറഞ്ഞാൽ പറയും 10 ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടിട്ട് പോകോളാൻ പറയും. റൈറ്റ്? Maybe based on India's act, you have to come to the jail, police station and give a signature for the continuously 10 days. അത്രേ ഉള്ളൂ. Maybe that could be the punishment. പക്ഷെ ദൈവം കേസ് വിസ്തരിച്ചു. But when God acted upon these cases, സോളിനെ മാറ്റി, he removed Saul. ഡേവിഡിനോട് ക്ഷമിച്ചു. He forgave David. എന്താ കാര്യം എന്നറിയാവോ? Do you know what is the reason? ശൗല് സത്യസന്ധത കാണിച്ചില്ലെന്നുള്ളതാണ്. Saul lacked honesty. ഡേവിഡ് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത പാവമാണ് ചെയ്തത്. പക്ഷേ അനുതാപത്തോടെ സംഭവിച്ചു പോയി നാഥാ എന്ന് പറഞ്ഞ് 51 സങ്കീർത്തനം വായിച്ചാൽ മതി, തമ്പുരാന്റെ കാൽക്കൽ വീഴുകയായിരുന്നു. Even though David committed a horrible sin, he confessed and he bowed down to the feet of the God. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? Confessed. യഹോവേ, നിന്റെ കണ്ണ് സത്യത്തിന്റെ മേലല്ലോ ഇരിക്കുന്നത്. Oh Lord, your eyes are always sitting on the truth. എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്, ബാക്കി പിന്നെ പറയാം. I would like to say a lot of things, but let me speak that. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? Have you understood what I was speaking about? എന്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെയുണ്ട്? Think about your personal life. How is my personal life? Hallelujah. എന്റെ പ്രിയപ്പെട്ടവരെ, സഭയെ പൈസ കൊടുക്കണം, പാസ്റ്റർക്ക് എന്തെങ്കിലും കൊടുത്തോണ്ടോ, അതൊന്നുമല്ല ഏറ്റവും പ്രാധാന്യത. ഞാൻ സത്യസന്ധനാണോ എന്നാണ് തമ്പുരാൻ നോക്കുന്നത്. Even though you are giving a lot of money to the church or you are giving a lot to the pastor, those are not the things what God is searching on you, but God is always looking after truthfulness or honesty.
ജെറമയ 5:3 മറക്കരുത്. യഹോവേ, നിന്റെ കണ്ണ് സത്യത്തിന്റെ മേലല്ലോ ഇരിക്കുന്നത്. You should never forget Jeremiah chapter 5 verse 3. The Lord's eye is always upon the truths. Praise the Lord. Hallelujah. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കാം. എനിക്കറിയാം Hallelujah. ഒരു ശാന്തമായ ഒരു സന്ദേശമായിരുന്നു. ഒരു അത്രയും ഒരു എന്താ പറയാ, നമുക്കൊരു സന്തോഷമുണ്ടാകുന്ന മെസ്സേജ് ആയിരുന്നില്ല. ഐ നോ ദാറ്റ്. പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥതയോടെയാണ് ഈ വേദഭാഗം നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ജീവിതമിന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനേ, ജീവനും ഭക്തിയും എന്നെ ജീവിപ്പിച്ചിടണമേ. ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡലം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക